അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെ കൃത്യമായി അത്തരം ആളുകളെ, നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച ആളുകളെ ഒന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വിളിക്കുകയാണ്. ആ നിമിഷത്തിൽ വേദിയിൽ നമ്മളോടൊപ്പം ഇവിടെ വേണ്ടത് അക്യൂ മാസ്റ്റർ നുസ്രത്ത് മാഡം, അക്യൂ മാസ്റ്റർ സീമ സിദ്ദീഖ്, അക്യൂ മാസ്റ്റർ ബിൻസിറ മാഡം, അക്യൂ മാസ്റ്റർ ഫൗസീന മാഡം വളരെ കൃത്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വനിതാ നേതൃത്വത്തിന്റെ ഒപ്പം നിങ്ങളൊന്ന് അറിയാൻ, അവരെ ഒന്ന് ആദരിക്കാനായി വേദിയിലേക്ക് ഈ ബാച്ചിൽ നിന്നും ഹോംബർത്ത് നടന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചില ആളുകളുടെ പേരുകൾ വായിക്കാം. ഷർബീന ഷഹീം തൃശൂർ, ഫാത്തിമത്തു ജസ്ന, നസ്മി ഷിറിൻ കണ്ണൂർ, റബീഹ തിരൂർ, വഹീദ ശിഹാബ്, ഫർസാന ഷുക്കൂർ. കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്യുഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്യുഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മൾ ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളുണ്ടെങ്കിൽ ഒരുപാട് തരം ഗ്രാജുവേഷൻ അവാർഡുകളൊക്കെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു പുതുതരമുള്ളൊരു ഗ്രാജുവേഷൻ, അതോടെ തന്നെ ഒരു അവാർഡെന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രസവിച്ചതിനുള്ള ഒരു അവാർഡാണ്. ഇപ്പോൾ നമ്മളെ കാലത്തൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സയൻറ്റിഫിക്കുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര അഡ്വാൻസ് ആയിരിക്കുന്ന ഒരു സമയമാണ്. പണ്ടത്തെ കാലത്ത് അത്ര വലിയ അങ്ങനത്തെ ഉള്ളൊന്നും അഡ്വാൻസ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസവം എന്ന് പറയുന്നത് വീട്ടിലായിരിക്കും നടക്കുന്നത്. സോ ഡോക്ടറിനെ പോയി കാണാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ചികിത്സകൾ സെറ്റപ്പ് ഒന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു. സോ അന്നത്തെ കാലത്തുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നു പ്രസവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമുക്കുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ പറ്റി, അതോടെ തന്നെ അവർക്ക് എന്തൊക്കെ വേണം, ഇനി എന്തൊക്കെ ചെയ്യുന്നതോ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി നമുക്ക് ഡോക്ടറിനെ ചെന്ന് കാണാവുന്നതുമാണ്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷനൊക്കെ ആശുപത്രി ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെച്ചും കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് വേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷകളും നൽകുന്നതായിരിക്കും. പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ വീട്ടിലെ ഏതാണെങ്കിൽ പ്രസവിക്കുന്നതെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. ചില സമയങ്ങളുണ്ടെങ്കിൽ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. അത് വീട്ടിൽ വെക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളോട് ഇരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്. അവർ വിചാരിച്ചിരിക്കുന്ന ഈ കാര്യം ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യമെന്നാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് ആശുപത്രിയിൽ തന്നെ പോകണം, ഡോക്ടറിനെ കാണുകയും വേണം. എന്നാൽ മാത്രമേ കുഞ്ഞിന് വേണ്ട ശുശ്രൂഷകൾ അല്ലെങ്കിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും. അതല്ലാതെ ഇതേ കണക്ക് ഭർത്താവിൻ്റെ വാക്ക് കേട്ടോ അല്ലെങ്കിൽ ആരുടെയും വാക്ക് കേട്ട് ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികൾക്കായിരിക്കും എന്തെങ്കിലും പ്രശ്നം വരുന്നത്. ഇവരെന്തെങ്കിലും വിചാരിച്ച് അതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉടനെ അത് സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാരാണ്. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട് ഭയങ്കര പിറകിലോട്ട് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് ചെയ്ത് അവരുടെ അടുത്ത് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം സപ്പോർട്ട് ചെയ്ത് അത് ആൾക്കാരെല്ലാം വിളിച്ചു കൊടുത്ത ഒരു അവാർഡ് പോലെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ കോപ്രായങ്ങളാണ് ഈ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.